കർമ്മയോഗം അധ്യായം 2 കർത്തവ്യബോധം. കർമ്മയോഗത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ 2 സിദ്ധാന്തങ്ങളെ സ്വധർമ്മബോധം, കാര്യകാരണ തത്വം അഥവാ കർമ്മഫലത്തെക്കുറിച്ചും പ്രപഞ്ച നീതിയെക്കുറിച്ചുമുള്ള നിരന്തരമായ അവബോധം, ഇതിനെക്കുറിച്ച് നാം കഴിഞ്ഞ അധ്യായത്തിൽ വിവരിക്കുകയുണ്ടായി. ഈ ദ്വന്ദ്വ സിദ്ധാന്തങ്ങളിൽ അന്തർലീനമായിട്ടുള്ള മഹജ്ഞാനത്തിൻ്റെ വ്യാഖ്യാനം കർമ്മയോഗാനുഷ്ഠാനത്തിന് ആത്മാർത്ഥതയോടെ അഭിലഷിക്കുന്ന ഏതൊരാൾക്കും ഉപകരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ജന്മാന്തരീയവും കർമ്മമുദ്രിതവുമായ വിശേഷ മനസ്സോടുകൂടിയാണ് ഓരോ മനുഷ്യജീവനും ഈ ഭൂമുഖത്ത് പിറവിയെടുക്കുന്നത്. ഭൗതിക സമ്പത്തുകളുടെ ഉടമസ്ഥാവകാശമില്ലാതെ വെറും കൈയോടെയാണ് ഓരോരുത്തരും ഈ കർമ്മഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ജനനം മുതൽ കൗമാരകാലം വരെ സ്വാധ്വാനത്തിനോ ധനസമ്പാദനത്തിനോ ഒരു വ്യക്തിയും പ്രാപ്തനല്ല. ഈ ഘട്ടത്തിൽ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും അത്യന്താപേക്ഷിതമായ മറ്റ് ജീവിതാവശ്യങ്ങൾക്കും വ്യക്തി സമുദായത്തെ ആശ്രയിക്കുന്നു. മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ ഇവരെല്ലാം സമൂഹത്തിൻ്റെ ഭാഗം മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം സുഖകരമാക്കുന്ന ഭൗതിക സൗകര്യങ്ങളുടെ പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനത്തിനായി ദശലക്ഷക്കണക്കിന് വരുന്ന മറ്റു വ്യക്തികൾ അനവരതം അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ സംരക്ഷണം രാഷ്ട്ര സംവിധാനം മുഖേന സമൂഹം ഉറപ്പുവരുത്തുന്നു. വ്യക്തിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും മറിച്ചല്ല. അതും സമൂഹം വ്യക്തിക്ക് നൽകുന്ന വരദാനമാണ്. പ്രമാണരേഖകളോ ജാമ്യ അടിസ്ഥാനങ്ങളോ പറ്റുചീട്ടുകളോ ഇല്ലാതെ സമൂഹം വ്യക്തിക്ക് അനുവദിച്ചിട്ടുള്ള അതിവിപുലമായ ഈ ക്രെഡിറ്റ് സൗകര്യത്തിന് ഓരോ വ്യക്തിയും സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. മനുഷ്യ സമൂഹത്തോട് ഭാരിച്ച ഋണബാധ്യതയുള്ള പറ്റുപടിക്കാരനാണ്. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ വ്യക്തി ജനന നിമിഷം മുതൽ സമൂഹമെന്ന സഹകരണ ബാങ്കിൽ നിന്ന് അപേക്ഷ കൂടാതെ ലഭിക്കുന്ന അലിഖിതവും അനിവാര്യവുമായ വലിയൊരു വായ്പാ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസ്തുത വ്യക്തി മാനസികവും ശാരീരികവുമായ വളർച്ച നേടി ഒരു പൂർണ്ണ വ്യക്തിയാകുമ്പോൾ സമൂഹത്തോടുള്ള കടബാധ്യത പലിശ സഹിതം യഥാസമയം കൊടുത്തു തീർക്കുവാൻ ബാധ്യസ്ഥനാണ്. സമൂഹത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ള കടം പരമാത്മസുഖം മാത്രം ലക്ഷ്യമാക്കിയുള്ള സേവനത്തിലൂടെ തിരിച്ചടച്ച് തീർക്കുക. കർത്തവ്യബോധം എന്ന ഈ അധ്യായത്തിന് കൊടുത്തിട്ടുള്ള തലവാചകം വ്യഞ്ജിപ്പിക്കുന്നത് അതുമാത്രമാണ്. സമൂഹത്തിലെ അംഗമായ വ്യക്തി അവനവൻ അനുയോജ്യവും പ്രാപ്തവുമായ ജീവിതവൃത്തിയിൽ ഏർപ്പെടുന്നു. നിലവിലുള്ള സാമൂഹ്യ നിയമമനുസരിച്ച് പ്രവൃത്തിക്കുള്ള പ്രതിഫലം അവന് ലഭിക്കുകയും ചെയ്യുന്നു. സമൂഹം അനുസരിച്ചു പോരുന്ന സേവന വേതനങ്ങളെപ്പറ്റിയുള്ള നിയമങ്ങൾ ഭൂരിഭാഗം വ്യക്തികളിലും വലിയൊരു തെറ്റിദ്ധാരണ ഉളവാക്കിയിട്ടുണ്ട്. തങ്ങൾ സേവനമനുഷ്ഠിക്കുന്നത് വേതനത്തിനു വേണ്ടി മാത്രമാണെന്ന ധാരണയാണത്. ആധ്യാത്മിക ശാസ്ത്രത്തിൽ കർമ്മബോധം എന്ന പദം വിശാലാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് നാം മനസ്സിലാക്കണം. ഓരോ മനുഷ്യനും സമൂഹത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ കടക്കാരനാണ്. തൻ്റെ ജീവിതത്തിലൂടെ സേവനചര്യയിലൂടെ അവൻ മേൽപ്പറഞ്ഞ കടം ഗഡുക്കളായി തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറം പ്രസ്തുത സേവനം സാമ്പത്തിക പരിഗണനകൾക്കോ പാരിതോഷികങ്ങൾക്കോ വിഷയീഭവിച്ചുകൂടാ. കാരണം ഓരോ വ്യക്തിയെയും ലിംഗ, വർഗ, വർണ്ണഭേദങ്ങൾക്കും മറ്റെല്ലാ ബാഹ്യ പരിഗണനകൾക്കും അതീതമായി സമൂഹം പരിപാലിച്ചു പോരുന്നു. ഒരു ജീവനക്കാരൻ്റെ നിലനിൽപ്പ് അവന് സമൂഹം നൽകുന്ന വേതനം കൊണ്ടാണ് സാധ്യമാകുന്നത്. അതിനാൽ തന്നെ വേതനത്തിനു വേണ്ടി സേവനമെന്നത് അബദ്ധജടിലമാണെന്ന് ഏവരും തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിറവേറ്റുന്ന ജീവിതകർമ്മം ലഭ്യമാക്കുന്ന ബാഹ്യാർത്ഥത്തിലുള്ള വേതനം ആ വ്യക്തിയുടെ സേവനത്തിനുള്ള ന്യായയുക്തമായ പ്രതിഫലമാകുന്നില്ല. ജീവിത സേവനം എണ്ണത്തിട്ടപ്പെടുത്തി വില നിർണ്ണയിക്കാവുന്ന ഒരു വസ്തുവല്ല. എല്ലാ ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കും ഉപരിയാണത്. വ്യക്തി ചെയ്യുന്ന കർമ്മം സമൂഹത്തോടുള്ള കടം തിരിച്ചടയ്ക്കൽ മാത്രമാണെന്ന് ഞാൻ വീണ്ടും ഊന്നിപ്പറയുകയാണ്. വേതന നിർണ്ണയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏതു സമൂഹത്തിലും ഒരു ദിവസത്തെ പ്രവൃത്തിക്കുള്ള വേതനം കണക്കാക്കപ്പെടുന്നത് ഒരു സാധാരണ ഗൃഹസ്ഥനും അയാളുടെ നേരിട്ടുള്ള സംരക്ഷണയിൽ പുലരുന്ന ആശ്രിതർക്കും ആവശ്യമായ ക്രയവസ്തുക്കളുടെ ജീവിത സൗകര്യങ്ങളുടെ കൈമാറ്റ വിലയ്ക്ക് ആസ്പദിച്ചാണ്. ഒരാൾ സമൂഹത്തിന് ചെയ്യുന്ന സേവനത്തെ അവന് സമൂഹം നൽകുന്ന വേതനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതൃപ്തിയും നിരാശയും മാനസിക സംഘർഷവും മനോവ്യതയും അവനെ ബാധിക്കും. സേവനം വേതനത്തിന്, വേതനം സേവനത്തിന് എന്ന പ്രമാണം
ആധുനിക മനുഷ്യ സമൂഹത്തിൽ ശക്തമായി വേരൂന്നിയിരിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഈ സിദ്ധാന്തമാണെന്ന് തിരിച്ചറിയാൻ അധികം ബുദ്ധിമുട്ടേണ്ടതില്ല. ആത്മീയ വീക്ഷണത്തിൽ നാം നിർവഹിക്കുന്ന ജീവിതകർമ്മത്തിലൂടെ സമൂഹത്തോട് നമുക്കുള്ള ബാധ്യത നാം തിരിച്ചടയ്ക്കുകയാണെന്ന പരമാർത്ഥം വീണ്ടും ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഭക്ഷണം, പാർപ്പിടം, സുരക്ഷിതത്വം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഓരോ മനുഷ്യൻ്റെയും അനിഷേധ്യമായ ജന്മാവകാശമാകുന്നു. അതിനാൽ തന്നെ മാനസികവും ശാരീരികവുമായ വളർച്ചയും പക്വതയും പ്രാപിച്ച ഒരാൾ ജീവിതകർമ്മത്തിൽ ഏർപ്പെടാതിരിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ്. ഈ അപരാധത്തിന് 2 രീതിയിൽ അയാൾ ശിക്ഷിക്കപ്പെടും. ഒന്നാമതായി, ആലസ്യവും അധ്വാന വിമുഖതയും അയാളുടെ ബാഹ്യ ശരീരത്തെ ദുർബലവും രോഗപൂർണവുമാക്കും. രണ്ടാമതായി, ജോലി ചെയ്യാത്ത, വേതനം ലഭിക്കാത്ത അവസ്ഥ സമൂഹത്തിൽ തുടർന്ന് ജീവിക്കാനുള്ള അയാളുടെ അവകാശത്തെ ഇല്ലാതാക്കും. കർമ്മയോഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വധർമ്മബോധമാണ് യഥാർത്ഥ ആത്മീയ ബോധവും ബ്രഹ്മപരിജ്ഞാനവും. മനുഷ്യ സമൂഹത്തെ ഒന്നാകെ ഞാനിപ്രകാരം വ്യഗ്രതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തോട് തനിക്കുള്ള നിരുപാധികമായ ബാധ്യതകൾ നിറവേറ്റാനുള്ള ക്രിയാത്മകവും പ്രയോഗക്ഷമവുമായ പ്രവർത്തനമായിരിക്കണം ഓരോ വ്യക്തിയുടെയും സേവനത്തിൻ്റെ അധിഷ്ഠാനം. പരമാത്മസുഖം ലക്ഷ്യമാക്കിയുള്ള നിസ്വാർത്ഥ സേവനം മാത്രമായിരിക്കണം വ്യക്തിധർമ്മത്തിൻ്റെ പൊരുൾ. വ്യക്തിയുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുവാൻ സമൂഹം ഒന്നാകെ അയാൾക്കൊപ്പമുണ്ട്. ഓരോ വ്യക്തിയെയും ഞാൻ ഉണർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന സേവനത്തിൻ്റെ മൂല്യം നടപ്പു നാണ്യത്തുകയുടെ മൂല്യവുമായി സമീപിക്കാതിരിക്കുവാൻ. ഓരോ കർമ്മയോഗിയും മേൽപ്പറഞ്ഞ ഉത്കൃഷ്ടമായ തത്വം ജീവിതാദർശമായി നെഞ്ചിലേറ്റണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ മഹനീയ സിദ്ധാന്തം നമ്മുടെ ഒരു വിദ്യാലയത്തിലും സർവകലാശാലയിലും പാഠ്യവിഷയമായി നാം സ്വീകരിച്ചിട്ടില്ല. ഏറ്റവും മഹത്തായ ഈ ജീവനകല ശാസ്ത്ര, സാഹിത്യ, മാനവിക വിഷയങ്ങളിൽ ഇന്നോളം ഇടം നേടിയിട്ടില്ല. നമ്മുടെ ആയിരക്കണക്കായ പാഠശാലകളിൽ ഈ കർമ്മയോഗ സിദ്ധാന്തം നിർബന്ധ വിഷയമായി പഠിപ്പിക്കാത്ത കാലത്തോളം സമൂഹ നന്മയ്ക്ക് വിഘാതമായി നിൽക്കുന്ന വിശ്വാസങ്ങളിൽ നിന്ന് ധാരണകളിൽ നിന്ന് വ്യക്തിമനസ്സ് മുക്തമാകാൻ പോകുന്നില്ല. കർമ്മയോഗ സാധകരായ നാം ഓരോരുത്തരും സമൂഹത്തിൽ വിതയ്ക്കപ്പെടേണ്ട നവോത്ഥാനത്തിൻ്റെ വിത്തുകളാണ്. അതുകൊണ്ട് സമൂഹത്തിലെ സഹജീവികളെയും അവരിൽ ഉൾച്ചേർന്നിട്ടുള്ള നന്മ തിന്മകളെയും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും കൈക്കൊണ്ട് സ്വധർമ്മം നിർവഹിക്കേണ്ട ദൈവദത്തമായ ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ്. സ്ഥിതി സമത്വ സിദ്ധാന്തികളും മുതലാളിത്തവാദികളും സേവന വേതനങ്ങൾ, ലാഭനഷ്ടങ്ങൾ, മൂലധനം, ദാരിദ്ര്യം, ഉൽപാദന വിതരണ പ്രക്രിയകൾ, വ്യക്തിയുടെ സാമൂഹ്യ സുരക്ഷ എന്നീ വിവാദ വിഷയങ്ങൾ ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല തന്നെ. യഥാർത്ഥ കർമ്മയോഗി ഇത്തരം തർക്ക വിഷയങ്ങൾ ഇടപെടുകയോ ഏതെങ്കിലും തത്വസംഹിതയിൽ പക്ഷം ചേരുകയോ അവയെ പ്രമാണീകരിക്കുകയോ ചെയ്യുന്നില്ല. ജീവിതത്തെ യഥാർത്ഥമായി സമീപിക്കുമ്പോൾ ഏതു വ്യക്തിയും ഒരർത്ഥത്തിൽ സ്ഥിതി സമത്വ സിദ്ധാന്തിയും മറ്റൊരർത്ഥത്തിൽ മുതലാളിത്തവാദിയുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യൻ ഇഹലോകത്തിൽ പിറവിയെടുക്കുന്നത് വെറും കൈയോടെയാണ്. ഈ ഭൂമിയിൽ നിന്ന് ഈ ജീവിതത്തോട് വിട പറയുന്നതും തികച്ചും നിസ്വനായാണ്. ഒരു മഹാധനികന് പോലും സ്വന്തം ദഹനേന്ദ്രിയങ്ങൾക്ക് താങ്ങാൻ കഴിയാവുന്നതിലധികം ഭക്ഷണം ആഹരിക്കുവാൻ സാധ്യമല്ല. വിലമതിക്കാനാവാത്ത പട്ടുവസ്ത്രങ്ങളായാലും താങ്ങാവുന്നതിലധികം ഉടയാടകളോ വസ്ത്രാഭരണങ്ങളോ ഒരു ചക്രവർത്തിക്കും ധരിക്കാനാവില്ല. എത്ര വലിയ ഭൂപ്രഭുവായാലും നിൽക്കാനും പരമാവധി കിടക്കാനും ആവശ്യമായ ഭൂമിയിൽ കൂടുതൽ അയാൾക്ക് ഉപയോഗിക്കാനാകില്ല. വ്യക്തിപരിപാലനത്തിനാവശ്യമായ ഓരോ പദാർത്ഥവും സൗകര്യപ്പെടുത്തി കൊടുക്കുന്നത് സമൂഹമാണ്. സമൂഹത്തെ വിട്ട് വ്യക്തിക്ക് നിലനിൽപ്പില്ല. വ്യക്തിയുടെ ജീവിതകർമ്മം കൊണ്ടുണ്ടാക്കപ്പെടുന്ന ഉൽപ്പന്നം ഏതുമാകട്ടെ അതനുഭവിക്കുന്നത് സമൂഹമാണ്. ഈ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ നാം ഓരോരുത്തരും സ്ഥിതിസമത്വവാദികളാണെന്ന് കാണാം. അതേസമയം നാം എല്ലാം മുതലാളിത്തവാദികളുമാണ്. അതുകൊണ്ടാണ് ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷവും അവശേഷിക്കുന്ന വസ്തുക്കൾ നാം ഭാവി ഉപയോഗത്തിന് വേണ്ടി താഴിട്ട് പൂട്ടി സൂക്ഷിക്കുന്നത്. ഒരു ഉദാഹരണം കൊണ്ട് ഇത് കൂടുതൽ വ്യക്തമാക്കാം. ഒരു ഗ്രാമത്തിലെ പ്രധാന തെരുവിൽ ഒരാൾ 10 പറ അരി പൊതുജനങ്ങൾക്കായി ഉദ്ദേശിച്ച് വിതറുകയാണെന്ന് സങ്കല്പിക്കുക. അവിടെ ഒരു പറ്റം പറവുകളും 1 ഡസൻ മനുഷ്യരും വന്നു ചേരുന്നു. അവിടെ എന്തു സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. പറവകൾ വയറു നിറയുന്നത് വരെ അരുമണി കൊത്തി നിന്ന് പറന്നു പോകും. അവ പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവിടെ എത്തുന്ന മനുഷ്യരുടെ അവസ്ഥയോ, ഓരോ വ്യക്തിയും ആർത്തിയോടെ ആദ്യം ഒരു ചാക്ക് അരി ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. തെരുവിൽ വെറുതെ ലഭ്യമായ അരി ശേഖരിക്കുവാൻ ചാക്കുകളും സഞ്ചികളുമായി അതേ വ്യക്തി വീണ്ടും അവിടെ എത്തും.
മനുഷ്യരുടെ ആർത്തി അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചേക്കാനും മതി. മനുഷ്യന്റെ ഭൗതിക നേട്ടങ്ങൾ, സമ്പാദ്യങ്ങൾ ഇവയെല്ലാം ക്ഷണപ്രഭ ചഞ്ചലമാണെന്ന സത്യം ഭൂരിഭാഗവും തിരിച്ചറിയുന്നില്ല. മരണസമയത്ത് സ്വന്തം ശരീരം ഉപേക്ഷിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഇതുവരെ അവനവൻ അധ്വാനിച്ച് സംഭരിച്ച ഭൗതിക വസ്തുക്കളുടെ മേൽ ഉടമസ്ഥത അവകാശപ്പെടാൻ അർഹതയില്ലെന്നതും അതിന് കഴിവില്ലെന്നതും പകൽ പോലെ പരമാർത്ഥമല്ലേ? അയാളുടെ ദേഹവിയോഗം സംഭവിച്ചതിനടുത്ത നിമിഷം തന്നെ അത്രയും സ്വത്തുക്കൾ സമൂഹത്തിലെ തന്നെ അംഗമായ ഒരു അപരനിൽ നിക്ഷിപ്തമാക്കപ്പെടുന്നു. മനുഷ്യൻ അയാൾ അധ്വാനിച്ച് സംഭരിച്ച വസ്തുവകൾ സ്വന്തം ജീവിതകാലത്ത് തന്നെ ഇഷ്ടാനുസരണം മറ്റുള്ളവരുമായി സന്തോഷത്തോടെ പങ്കുവെക്കുമ്പോൾ ആ മനസ്സ് ശാന്തിയും സമാധാനവും കൈവരിച്ച് അനുഗ്രഹീതമാക്കപ്പെടുന്നു. ഭൗതിക പദാർത്ഥങ്ങൾ സ്വാർത്ഥതയോടെ ശേഖരിച്ച് മറ്റുള്ളവർക്ക് ഉപകരിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തിയുടെ മനസ്സ് ഒരിക്കലും ശാന്തി പ്രാപിക്കുകയില്ല. മാത്രമല്ല, പ്രാപഞ്ചിക ദ്രവ്യങ്ങളോടുള്ള അമിതാസക്തി അയാളുടെ മനോനിലയെ പ്രക്ഷുബ്ധമാക്കി തീർക്കുകയും ചെയ്യും. സ്വാർത്ഥതയ്ക്കും ലുപ്തിനുമുള്ള പ്രകൃതി ശിക്ഷയാണത്. കർമ്മയോഗ വീക്ഷണമനുസരിച്ച് മനുഷ്യൻ സ്വമേധയാ സമൂഹത്തിന്റെ ആസ്തിയായി തീരുകയാണ് വേണ്ടത്. ജീവനിൽ അധിഷ്ഠിതമായ പ്രകൃതിധർമ്മത്തെ മനസ്സിലാക്കി വ്യക്തി അന്തർബോധത്തെ പ്രപഞ്ചബോധവുമായി സംയോജിപ്പിക്കുവാൻ കടപ്പെട്ടവനാണ്. കാരണം ആത്മബോധത്തിന്റെ സ്രോതസ് പരബ്രഹ്മമാണ്. അതുപോലെ വ്യക്തിയുടെ ഭൗതിക നേട്ടങ്ങൾ, ധനസംഭാരങ്ങൾ ഇവയെല്ലാം സമൂഹത്തിനൊട്ടാകെ അവകാശപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അവനു ജന്മം നൽകിയതും അവനെ വളർത്തിയതും നാളിതുവരെ പരിപാലിച്ചതും നാളെ സംരക്ഷിക്കാൻ പോകുന്നതും സമൂഹമല്ലാതെ മറ്റാരുമല്ല. മനുഷ്യജീവിതത്തിൽ സംതൃപ്തിക്കും സമവായത്തിനും ശാന്തിക്കും നിദാനമായിട്ടുള്ളത് ഈ തിരിച്ചറിയലാകുന്നു. ഒരു സമൂഹത്തിന്റെ ക്ഷേമത്തിന്റെയും അഭിവൃദ്ധിയുടെയും അളവുകോൽ അതിലെ അംഗങ്ങളുടെ ആഹാരം, വസ്ത്രധാരണം, പാർപ്പിടം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, സാങ്കേതിക വളർച്ച, സമൂഹം വിലമതിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയത്രേ. ഇത് വ്യക്തമാക്കുന്നത് സാമൂഹ്യാഭിവൃദ്ധി തനതു സമൂഹത്തിന്റെ മാത്രം നേട്ടമല്ല, അതിലുപരി യുഗാന്തരങ്ങളായി ഈ ഭൂമുഖത്ത് വന്നുപോയ ലക്ഷക്കണക്കായ വ്യക്തികളുടെ സഞ്ചിത നിധിയാണെന്ന പരമാർത്ഥമാണ്. വ്യക്തികൾ ഒരു നദിയിലെ നീരൊഴുക്ക് പോലെ വരികയും പോവുകയും പ്രത്യക്ഷത്തിൽ സ്ഥിരമായി നിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിലെ ശ്രേയസ്സും സമ്പൽ സമൃദ്ധിയും വർത്തമാനകാലത്തിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, ഭാവി തലമുറയ്ക്കും ഉപകരിക്കുന്നു. ശിശുക്കൾ, വൃദ്ധർ, രോഗികൾ, മാനസികവും ശാരീരികവുമായ വൈകല്യം ബാധിച്ചവർ ഇവരാരും തന്നെ സമൂഹത്തിൽ നിന്ന് അവരനുഭവിക്കുന്ന പ്രയോജനങ്ങൾ മടക്കി നൽകുവാൻ പ്രാപ്തരല്ല, മേൽപ്പറഞ്ഞവരൊഴികെ. ബാക്കി ഓരോരുത്തർക്കും സമൂഹത്തിന്റെ സമഗ്ര ക്ഷേമത്തിനായി അവനവന്റെ അധ്വാനം പ്രദാനം ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. ഈ പരമപ്രധാനമായ ജീവിത തത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തി കർത്തവ്യബോധമുള്ളവനായി തീരുന്നത്. ശരീരത്തിന്റെയും ആത്മാവിന്റെയും അഥവാ ദേഹത്തിന്റെയും ദേഹിയുടെയും സംയോജിത പ്രവർത്തനമാണ് മനുഷ്യനെന്ന അപൂർവ പ്രതിഭാസം. ശരീരത്തിൽ പ്രാണന്റെ നാളം പ്രവേശിച്ച് പ്രകാശിക്കുമ്പോൾ ജീവനിൽ അന്തർലീനമായിട്ടുള്ള ആത്മതത്വം ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സായി വ്യാപരിക്കുന്നു. വേദനയും സന്തോഷവും ആവിർഭവിക്കുന്നത് മനസ്സിലാണ്. ശരീരക്ലേശങ്ങളായ വിശപ്പ്, ദാഹം, വിസർജനാവശ്യങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങളായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെ സമീകരിച്ചു നിർത്തുവാൻ വ്യക്തിക്ക് അനേകം പദാർത്ഥങ്ങളും സൗകര്യങ്ങളും അത്യന്താപേക്ഷിതമാണ്. വസ്തുക്കളുടെ ഉൽപാദനത്തിലും വിനിമയത്തിലും കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരെല്ലാം സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. ഓരോ വ്യക്തിയും തന്റെ നിലനിൽപ്പിനായി നാനാവിധ ദ്രവ്യങ്ങളെയും സ്ഥാവര ജംഗമ വസ്തുക്കളെയും അപര വ്യക്തികളെയും ആശ്രയിക്കുന്നു. ഭൗതിക വസ്തുക്കളിലും മനുഷ്യബന്ധങ്ങളിലും ആസക്തനായി ആശാപാശത്തിന്റെ ഊരാക്കുടുക്കിൽപ്പെട്ടുള്ള വ്യക്തിക്ക് ആധ്യാത്മിക വളർച്ച വിഷമകരവും ആത്മസാക്ഷാത്കാരം അപ്രാപ്യവുമാണെന്ന് പറയാറുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി സ്വകർമ്മം അഥവാ സ്വധർമ്മം ആചരിക്കുന്ന വ്യക്തി കർത്തവ്യ നിർവഹത്തിനിടെ ഭൗതിക ഭോഗസുഖങ്ങളെ ഭ്രമിച്ച് ജീവിത പ്രാരബ്ധങ്ങളുടെ കുത്തൊഴുക്കിൽ കാൽ തെറ്റി വീണു പോകാം. പക്ഷേ പൂർണ്ണമായ കർത്തവ്യബോധത്തോടെ പ്രപഞ്ച നിയമമനുസരണം സ്വധർമ്മം നിറവേറ്റുന്ന വ്യക്തിയെ യാതൊരുവിധ പ്രശ്നങ്ങളും അലട്ടുന്നതല്ല.